നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ പ്രദേശത്താണ്, പോത്തങ്കോട് പ്രദേശത്താണ്. അപ്പോൾ യഥേഷ്ടം സാധനങ്ങൾ, ലഹരി സാധനങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. കൂടെ ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ആ പയ്യൻ പോലീസ് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ കുട്ടിയും കൂടി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുന്നു. കുട്ടിയുടെ അമ്മുമ്മ അടുത്തുണ്ട്. കയ്യിൽ ബ്ലേഡുമായി നിൽക്കുന്ന ആ പെൺകുട്ടി, 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, ബ്ലേഡുമായിട്ട് നിൽക്കുകയാണ്. അവനെ വിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ കയ്യിലെ ഞരമ്പറക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ കുട്ടി വളരെ വികൃത വേഷം ധരിച്ച് മുടിയൊക്കെ വാരി പിന്നിയിട്ട് അബോധാവസ്ഥയിലാണ്, അതും ലഹരിക്ക് അടിമയായി നിൽക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ ക്യാമറ സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഡേറ്റ് തന്നാൽ ഉടനെ നടക്കും. എങ്കിലും ഇപ്പം ചാലുവാക്കിയിട്ടുണ്ട്. കാരണം എന്ത് വിഷയമുണ്ടെങ്കിൽ അത് പഞ്ചായത്തിലെ തന്നെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിലുപരി എൻ്റെ മൊബൈലിലേക്ക്, പ്രസിഡൻറ്റിൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ വിഷ്വലെല്ലാം ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2 കേസ് പിടിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രി ആയിരുന്നപ്പോൾ ഈ കുട്ടി പോലീസ് സ്കൂളുകളിൽ SPC ഉണ്ടാക്കി. അതുപോലെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കർഷക കൂട്ടായ്മ കുട്ടികളെ കൊണ്ട് കുട്ടി പോലീസിനെ, കർഷക പോലീസ് നമുക്ക് ചെയ്തുകൂടാ? എല്ലാ സ്കൂളിലും 15 കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമസ്കാരം. ക്രിയാത്മകത കൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ പോത്തൻകോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പേര് തെളിയിച്ച് മുന്നേറുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന ഗ്രാമപഞ്ചായത്താണ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത്. അനുദിനം നാഗരികതയിലേക്ക് വളർന്നു വരുന്ന പോത്തൻകോടിന്റെ വികസന പുരോഗതിയുടെ ചിത്രം ഇതിന്റെ സൂചകമാണ്. ഓരോ നാടിന്റെയും പുരോഗതി നാളെയുടെ വാഗ്ദാനമായി വളർന്നു വരുന്ന കുട്ടികളാണ്, യുവത്വമാണ്. സമരസപ്പെടാത്ത യുവത്വത്തിനെ മുച്ചൂടം മുടിച്ച് കേരളത്തിന്റെ പുരോഗതിയെ പിറകോട്ടടിക്കുന്ന ദുഷ്ടശക്തിയായി മാറിയിരിക്കുന്നു ലഹരി. ലഹരിക്ക് അടിമപ്പെട്ട് ലക്ഷ്യം മറന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു തലമുറ. ഇവർ സമൂഹത്തിൽ നടത്തിവരുന്ന വലിയ ക്രിമിനൽ കുറ്റങ്ങൾ. അധികാരികൾ മൗനത്തിലാണ് എന്ന പതിവ് പല്ലവിയല്ല, അധികാരികൾ യുദ്ധമുഖത്താണ്. ഈ ആളെക്കൊല്ലി മാഫിയുടെ മടയിൽ തന്നെ ചെന്ന് യുദ്ധം നയിച്ച് മുന്നേറുന്നു. അവിടെയാണ് ലഹരിക്കെതിരെ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് TR അനിലിന്റെ നേതൃത്വത്തിൽ തന്നെ വടിയുമെടുത്ത് ഇറങ്ങിയിരിക്കുന്നു. പൊതു ഇടങ്ങൾ ലഹരി മാഫിയയ്ക്ക് കയ്യേറാനുള്ളതല്ല. അങ്ങനെ ചെയ്താൽ ഉറപ്പായും പൊക്കിയിരിക്കും പഞ്ചായത്ത്, ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാണ് പോസിറ്റീവ് ന്യൂസ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെത്തിയത്. ഈ അടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ലഹരിയുടെ അടിമകളെ പൊക്കാനുള്ള ഈ സംവിധാനത്തെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പോസിറ്റീവ് ന്യൂസിനോട് വിവരിക്കുന്നത് കേൾക്കാം. സാറേ, ഞങ്ങൾ ഈ 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് ഈ പോത്തൻകോട് പഞ്ചായത്തിൽ, അതായത് മാതൃകാപരമായിട്ട്, അതായത് നമുക്കറിയാം ഇപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വളരെയധികം വാക്പോര് നടന്ന ഒരു വിഷയമാണ് കുട്ടികളിലെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ഇനി വരുന്ന തലമുറകളിലെ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട്. മാത്രമല്ല ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഒട്ടേറെ കൊലപാതകങ്ങളുണ്ട്. ആ കൊലപാതകങ്ങളിലൊക്കെ ഒരു റീസണായിട്ട് കാണിക്കുന്നത് ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. മകൻ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, ഇതിനൊക്കെ റീസണായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിൽ പോത്തൻകോട് പഞ്ചായത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഞങ്ങൾ കണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സാറിനെ കാണാൻ വന്നത്. എങ്ങനെയാണ് ഇത് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ സ്ഥാപിക്കുന്നു, വളരെ അടിയന്തരമായിട്ട് എല്ലായിടത്തും ക്യാമറ സ്ഥാപിക്കുന്നു, അതെങ്ങനെയാണ് ഒരു പ്രക്രിയ, അതിലോട്ട് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ വളരെ അടിയന്തരമായി ചെയ്തൊരു വിഷയമാണത്. കാരണം നമുക്കറിയാം, പോത്തൻകോട് ബസ് സ്റ്റാൻഡും പരിസരവും ധാരാളം ഇത്തരത്തിലുള്ള കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ പ്രദേശത്താണ്, പോത്തൻകോട് പ്രദേശത്താണ്. അപ്പോൾ യഥേഷ്ടം സാധനങ്ങൾ, ലഹരി സാധനങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു, കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്നു. കാരണം വെളുപ്പാല 5-5:30 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ ഈ വിൽപ്പന തകൃതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആരെയും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് യഥേഷ്ടം ബസ് സ്റ്റാൻഡിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കടിഞ്ഞാണ്ടാണ്. കുറച്ചെങ്കിലും, എല്ലാം പൂർണ്ണമായിട്ടും കഴിയുമെന്ന് പറയുന്നില്ല, കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഭരണസമിതിക്ക് ഇനി 6 മാസ കാലമാണുള്ളത്. അത് പിന്നെ നമുക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ, കുറച്ചെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ. കാരണം ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മളുടെ കുട്ടികൾ ധാരാളമായി ഇത് ഉപയോഗിക്കുന്നു. പെൺകുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത്. പണ്ട് അങ്ങനെ വിഷയമില്ല. ഇപ്പം പെൺകുട്ടികൾ ധാരാളമായി ഇത് ഉപയോഗിക്കുന്ന അവസ്ഥയിലോട്ട് പോയി. എൻ്റെ പഞ്ചായത്തിൽ തന്നെ
രാത്രി 1 മണിക്ക് കഴിച്ച് ഇത്തരത്തിൽ വിഷയത്തിൽ എനിക്ക് ബന്ധപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. അതായത് അബോധാവസ്ഥയിലായ കുട്ടി രാത്രി 1 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ. കൂടെ ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ആ പയ്യൻ പോലീസ് പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയും കൂടി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുന്നു. കുട്ടിയുടെ അമ്മുമ്മ അടുത്തുണ്ട്. കയ്യിൽ ബ്ലേഡുമായി നിൽക്കുന്ന ആ പെൺകുട്ടി 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ബ്ലേഡുമായിട്ട് നിൽക്കുകയാണ്. അവനെ വിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ കയ്യിലെ ഞരമ്പറക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ കുട്ടി വളരെ വികൃത വേഷം ധരിച്ച് മുടിയൊക്കെ വാരി പിന്നിയിട്ട് അബോധാവസ്ഥയിലാണ്, അതും ലഹരിക്ക് അടിമയായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നു. അപ്പോൾ ഒത്തിരി കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല കുടുംബങ്ങൾ നമ്മൾ ഈ പുതിയ തലമുറ ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ചയെ കണ്ട് പരിചയമുള്ളവരുടെ കൂടി രക്ഷിതാക്കളെ വിട്ടുപേക്ഷിച്ചിട്ട് അവരോട് പോവുകയും 1-2 വർഷം കഴിയുമ്പോൾ ആരോരുമില്ലാതെ തിരിച്ച് വല്ലാത്ത അവസ്ഥയിൽ വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന നിരവധി വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ ചർച്ച ചെയ്ത് ആദ്യം നമ്മുടെ ബസ് സ്റ്റാൻഡും മാർക്കറ്റും ഒക്കെ ഇത്തരത്തിൽ നമുക്ക് ക്യാമറകൾ സ്ഥാപിച്ച് അത് കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ കടക്കണം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ക്യാമറ സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഡേറ്റ് തന്നാൽ ഉടനെ നടക്കും. എങ്കിലും ഇപ്പം ചാലുവാക്കിയിട്ടുണ്ട്. കാരണം എന്ത് വിഷയമുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ തന്നെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിലുപരി എൻ്റെ മൊബൈലിലേക്ക്, പ്രസിഡൻറ്റിൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ വിഷ്വലെല്ലാം ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2 കേസ് പിടിച്ചു കഴിഞ്ഞു. ഇത് വെച്ചിട്ട് പ്രാവർത്തിയാക്കിയില്ലെങ്കിൽ പ്രവർത്തനം ഔപചാരിക ഉദ്ഘാടനം നടത്തിയില്ലെങ്കിൽ കൂടി 2 കേസ് പിടിച്ച് പെനാൽറ്റി അടിച്ചു കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ എങ്ങനെയാണ്? അവർ മോണിറ്ററിംഗ് നടത്തുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീന് ഈ ആഴ്ചയോടുകൂടി പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും അത് നമുക്ക് പഞ്ചായത്തുകാർ മാത്രം ചെയ്ത് നടക്കത്തില്ല. ഇതൊരു കൂട്ടായ്മ നടത്തി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. അവിടെ ഒരു സ്ക്രീനും വെച്ച് പഞ്ചായത്ത് വെച്ചതുപോലെ ഒരു സ്ക്രീന് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വെക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ കൂട്ടമായൊരു മോണിറ്ററിംഗ് നടത്തി ഇത്തരം വിഷയങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഞങ്ങൾ കൂട്ടായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാറേ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു അതോറിറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു സംഭവം. അതെ, സ്കൂളുകളെ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും ഇതിന് വേണ്ടി മുന്നിട്ട് വേണം. അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ക്യാമ്പയിനിങ് നിങ്ങളുടെ പഞ്ചായത്ത് മുഖാന്തരം നടക്കുന്നുണ്ടോ? ഞങ്ങൾ സ്കൂളുകളിൽ മീറ്റിംഗ് വിളിക്കാറുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിൽ തന്നെ ജാഗ്രതാ സമിതി വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു വരികയാണ്. ഇതിൻ്റെ ആദ്യം നമുക്ക് ഇടപെടാൻ പറ്റുന്നത് പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയാണ്. വാർഡ് തല ജാഗ്രതാ സമിതി വളരെ സജീവമായി പ്രവർത്തിച്ചു. അത്തരം വിഷയങ്ങൾ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി അത് മോണിറ്ററിങ് ചെയ്ത് അത്തരം വിഷയങ്ങൾ പഞ്ചായത്തിൽ വിളിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ ആ വീട്ടിൽ പോയി അത് കൈകാര്യം ചെയ്ത് തീർക്കേണ്ട വിഷയം സംസാരിച്ച് തീർക്കുകയും ഇത്തരം വിഷയങ്ങൾ കുഞ്ഞുങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അത് മോണിറ്ററിങ് ചെയ്ത് അവരെ നേർവഴി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കുള്ളത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ രക്ഷിതാക്കൾ, നമുക്ക് ഏറ്റവും പ്രശ്നം അതാണ്. രക്ഷിതാക്കൾ ഒരിക്കലും ഇത്തരം വിഷയങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ മാതാപിതാക്കളെ അറിയിച്ചാൽ, നമ്മൾ പുറമേ ആയിട്ടും പറയാതെ രഹസ്യമായി മാതാപിതാക്കളെ അറിയിച്ചാൽ അവർ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ അത് ചെയ്യില്ല, അയ്യോ അത് മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാരെ പഞ്ചായത്ത് ജനപ്രതിനിധി ആയിക്കോട്ടെ മറ്റേ പൊതുപ്രവർത്തകരായിക്കോട്ടെ അവരെ കുതിര കയറുന്ന ഒരു സ്വഭാവം നമ്മുടെ രക്ഷിതാക്കളുണ്ട്. പക്ഷേ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴാണ് രക്ഷിതാക്കൾക്കോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി കഴിയുമ്പോൾ അവർ തന്നെ അറിയുന്നത്. കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളൊക്കെ സ്കൂൾ കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവരുടെ ബാഗ് പരിശോധിക്കുക, അവരുടെ ഷർട്ടിൻ്റെ പോക്കറ്റ് പരിശോധിക്കുക. കൃത്യമായിട്ട് അവരറിയാതെ അവരുടെ ബാഗ് എല്ലാം പരിശോധിക്കണം. അടച്ച മുറിയിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടാക്കരുത്. അവർ ഓപ്പൺ ഇരുന്ന് പഠിക്കണം, ഹാളിലോ മറ്റോ ഇത് പഠിക്കണം. അടച്ച മുറി അടച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവരെ മോണിറ്റർ ചെയ്യണം. കൃത്യമായ ബാഗ് അവരറിയാതെ പരിശോധിക്കണം. അവർ ഷർട്ടിൻ്റെ പോക്കറ്റ്, പാൻസിൻ്റെ പോക്കറ്റൊക്കെ പരിശോധിച്ച് ഇത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ മയക്കുമരുന്ന് ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഭയിൽ തന്നെ ഭയങ്കര രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുള്ളതുപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും
ചെറിവാരി എറിയുന്ന തരത്തിൽ ഇതല്ല. അപ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് രാഷ്ട്രീയമല്ല, ഒരുമിച്ചുള്ള ഒരു ഇതാണ്. ഇപ്പോൾ പോത്തങ്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പ്രതിപക്ഷത്തിരിക്കുന്നവരും ഈ പ്രവർത്തനങ്ങളിൽ ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്? ഈ കാര്യത്തിൽ രാഷ്ട്രീയം നമ്മൾ കാണിച്ചാൽ തന്നെ വകവയ്ക്കാറില്ല. കാരണം ഇതിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നത് പരസ്പരം രാഷ്ട്രീയം കാണിച്ചുകൊണ്ടിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇതിലിനി രാഷ്ട്രീയം കാണിച്ചാൽ നമ്മൾ വകവയ്ക്കേണ്ട, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ വഴി അങ്ങ് പോട്ടെ. നമുക്ക് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെറുത്ത് നിൽപ്പ്. ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് തന്നെ പ്രത്യേക പദ്ധതി വെച്ചാണ് ഞങ്ങൾ ലഹരിക്കെതിരെ ഞങ്ങൾ പോരാടുന്നത്. ഞങ്ങളെ പോത്തങ്കോട് പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിയാണ് ഞങ്ങളുടെ ലഹരി. ഞങ്ങൾ മുദ്രാവാക്യതാണ്, കൃഷിയാണ് ഞങ്ങളുടെ ലഹരി. ഇപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ അടുത്ത ആഴ്ച ഉദ്ഘാടനം നടക്കാൻ പോവാണ്. നമ്മുടെ കേരളത്തിലാകെ മാതൃകയാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് ആദ്യമായി കുട്ടി കർഷക സംഗമം, കുട്ടികളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്ന സംവിധാനം ആരംഭിച്ചത് പോത്തങ്കോട് പഞ്ചായത്തിൻ്റെ ലക്ഷ്മിദാസ് ഹൈസ്കൂളിൽ LVH സ്കൂളിലാണ്. അത് നമ്മുടെ എൻ്റെ പഞ്ചായത്തിനകത്തുള്ള 7 സ്കൂളുകളിലും അത് പ്രാവർത്തിയാക്കാൻ പോവുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ പോത്തങ്കോട് പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട നമ്മുടെ MLA മന്ത്രിയുമായ GRN അവർകളും കൂടി നിർവഹിക്കാൻ പോവുകയാണ്. കാരണം അവരുടെ ശ്രദ്ധ മൊബൈൽ ഉപയോഗത്തിൽ മാറ്റുക, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റുക എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷിയാണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യം തോന്നിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ആ പദ്ധതി നടപ്പാക്കുകയാണ്. കാരണം അത് 20 ഉൽപ്പന്നങ്ങൾ അവർ ഉൽപ്പാദിപ്പിച്ചുകൂടെ, 20 ഉൽപ്പാദിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട നമ്മുടെ MLA മന്ത്രിയുമായ GRN അവരുടെയും സാന്നിധ്യത്തിൽ നിയമസഭയിൽ പോയി നമ്മൾ കുട്ടികളെയും കൊണ്ടുപോയി അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം നേരിട്ട് മന്ത്രി കൊടുത്തു. അത് മാത്രമല്ല, നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സ്റ്റുഡൻസ് പോലീസ്, നമുക്കറിയാം. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ, ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഈ കുട്ടി പോലീസ് സ്കൂളുകളിൽ SPC ഉണ്ടാക്കി. അതുപോലെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കർഷക കൂട്ടായ്മ കുട്ടികളെ കൊണ്ട് കുട്ടി പോലീസിനെ, കർഷക പോലീസ് നമുക്ക് ചെയ്തുകൂടാ? എല്ലാ സ്കൂളിലും 15 കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവരെ കേഡറ്റുകളായി വെച്ചുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ.